നാസർ ഫൈസി കൂടത്തായി സമസ്തയുടെ ഒരു മതസംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ വിശ്വാസികളോടാണ് സംസാരിച്ചത്. അവരുടെ വിശ്വാസികളെ സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും അവരെ ശാസിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ അങ്ങനെ പറയാൻ നമ്മുടെ കേരളത്തിലെ നമ്മുടെ കേരളത്തിൽ ചുറ്റും കണ്ണോടിച്ചാൽ തന്നെ അതിനുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. സി പി എമ്മിൻ്റെ പോഷക സംഘടനകളായിട്ടുള്ള DYFIയും SFIയും അത്തരം കാര്യങ്ങൾ ക്യാമ്പസുകളാവട്ടെ പൊതുസമൂഹത്തിലാവട്ടെ നടത്തപ്പെടുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നമ്മൾ അത് കണ്ടില്ല നടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ല, അതെനിക്ക് മനസ്സിലായില്ല തൊഹാനി. ഇപ്പോൾ തൊഹാനിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിം യുവതികളോടൊക്കെ DYFIക്കാരും SFIക്കാരും ഒക്കെ വന്നിട്ട് വരൂ നമുക്ക് കല്യാണം കഴിക്കാം, എന്നിട്ട് മതം ഉപേക്ഷിക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? വരൂ മതം ഉപേക്ഷിക്കാം എന്ന രൂപത്തിലല്ല ഞാൻ പറയുന്നതെന്ന് പറയുന്നത്. പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പം ഭരണം CPMന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ SFIനെ സംബന്ധിച്ചിടത്തോളം വലിയ പണിയൊന്നുമില്ല. അവർ സമരം നടത്തുന്നില്ല, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ലിബറലിസവും ഫ്രീ സെക്സ് ഒക്കെ പ്രചരിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് അവർ ക്യാമ്പസുകളെ കൊണ്ടുപോകുന്നത്. ശരി, ഓക്കെ.